വിഴിഞ്ഞം തുറമുഖത്തിന്റെ VGF-ൽ കേരളത്തിന് വീണ്ടും കേന്ദ്രത്തിന്റെ ഇരുട്ടടി. തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ. മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര തീരുമാനം VGF-ന്റെ അടിസ്ഥാന മാനദണ്ഡത്തിന് വിരുദ്ധമാണ്. കേന്ദ്രത്തിന്റെ VGF വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന വിചിത്രവാദമാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ധനമന്ത്രിയുടെ കത്തിന്റെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമല്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണ് VGF അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി 817.80 കോടി രൂപയാണ് VGF-ആയി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകാൻ ശുപാർശ നൽകിയിരുന്നത്. എന്നാൽ ഇത് കാറ്റിൽ പറത്തി വിചിത്രവാദവുമായാണ് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാളിതുവരെ കേന്ദ്ര സർക്കാർ VGF ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തിവന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ വ്യക്തമാകുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് VGF നൽകാൻ തീരുമാനിച്ചത്. ഇതിൽ കേന്ദ്ര വിഹിതം 817.80 കോടി രൂപയും സംസ്ഥാന വിഹിതം 817.20 കോടി രൂപയും. VGF ഗ്രാന്റാണ് എന്നിരിക്കെയാണ് കേന്ദ്ര VGF വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. VGF-ന്റെ അടിസ്ഥാന മാനദണ്ഡത്തിന് വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിലൂടെ 12,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേരളത്തിനുണ്ടാകുക. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും നൽകണം എന്നതായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. തൂത്തുക്കുടിക്ക് 1,411 കോടി രൂപ VGF-ആയി അനുവദിച്ചിരുന്നു. എന്നാൽ തൂത്തുക്കുടി തുറമുഖത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും തൂത്തുക്കുടി തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന തുറമുഖമാണെന്നും നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. ട്രയൽ റണ്ണിന്റെ ഭാഗമായി എത്തിയ 70 കപ്പലിലൂടെ മാത്രം 50 കോടി രൂപയ്ക്ക് മുകളിൽ GST കേന്ദ്ര സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാണിജ്യതലത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനകം കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വിഹിതമായി കേന്ദ്ര സർക്കാരിന് ലഭിക്കും എന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരായ നിലപാട്. VGF-ന് പുറമെ 4,777.14 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യത്തിനുമായി മുടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴാണ് സംസ്ഥാനത്തിനു മേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്. എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.